ഉറുദുവിലെ അവാമി ഷായർ, ജനകീയ കവി എന്നറിയപ്പെട്ടിരുന്ന നസീർ അക്ബറാബാദിയുടെ മുഫ്ലിസി എന്ന കവിതയിൽ നിന്നുള്ള ചില ഭാഗങ്ങളുടെ മലയാള വിവർത്തനത്തിന്റെ ആലാപനം. 10ാം ക്ലാസ്സിലെ ഉറുദു പാഠപുസ്തകത്തിൽ 1ാം പാഠഭാഗമായി ഉൾപ്പെടുത്തപ്പെട്ട ഈ ഭാഗം നിങ്ങൾക്ക് വേണ്ടി ആലപിക്കുന്നു. മാനവ ജീവിത പാതയിൽ ദാരിദ്ര്യമെങ്ങാനും വന്നു ഭവിച്ചുവെങ്കിൽ ഏതൊക്കെ കോലങ്ങൾ കെട്ടിയാണവനെ ഗതികേടിലാക്കുന്നു ദാരിദ്ര്യം. പകലന്തിയോളം തൃഷാർത്തനാക്കുന്നു, പുലരുവോളം പശിയാൽ മയക്കുന്നു. ദാരിദ്ര്യമേൽക്കുന്ന മർത്യനു മാത്രമേ അതിനാൽ ഭവിക്കുന്ന വ്യസനമറിയൂ. അഭിമാനബോധം ദരിദ്രനിൽ കാണില്ല, ഉയിരിനോ ഒരു തുണ്ടമപ്പത്തിൻ വിലയില്ല. ഇല്ലിനായി ശ്വാനർത്തൻ കടിപിടി പോലെ തീന്മേശമേലെ അവൻ ചാടി വീഴുന്നു. ദാരിദ്ര്യമേറിയ മർത്യനെ ഇങ്ങനെ ദാരിദ്ര്യമോ പോരടിപ്പിക്കുന്നു നിത്യം. ദാരിദ്ര്യമുള്ളോന്റെ വേദന പേറുവാൻ മാനസമൊട്ടുമേയില്ല പാരിൽ. അത്തരക്കാരുടെ വാക്കുകൾ കേൾക്കുവാൻ ശ്രവണേന്ദ്രിയങ്ങളോ ഇല്ല പാരിൽ. കുലമോ ജാതിയോ അറിവിയിലയാർക്കും രൂപം തിരിച്ചറിയില്ല പോലും. ദൃഷ്ടിതൻ കോണിൽ പെടുത്താതെ അവനെ ദാരിദ്ര്യമെന്നും ഇകഴ്ത്തിടുന്നു. പാരിതിൽ മന്നവൻ തൊട്ടിങ്ങു ഭിക്ഷുക്കൾ ഉൾപ്പെടെ ആരെയും ദരിദ്രരാക്കല്ലേ. ശ്രേഷ്ഠരെ പോലും ക്ഷണനേര മാത്രയിൽ ഭിക്ഷുക്കളാക്കുന്ന ദാരിദ്ര്യത്തിന്റെ മോശത്തരത്തെ ഞാനെന്തു മൊഴിയാൻ. ഉള്ളം കരിക്കുന്ന ദാരിദ്ര്യമെന്തെന്ന് ഉള്ളം കരിഞ്ഞോനു മാത്രമാണറിവ്. ഉള്ളം കരിഞ്ഞോനു മാത്രമാണറിവ്. മാനവ ജീവിത പാതയിൽ ദാരിദ്ര്യമെങ്ങാനും വന്നു ഭവിച്ചുവെങ്കിൽ ഏതൊക്കെ കോലങ്ങൾ കെട്ടിയാണവനെ ഗതികേടിലാക്കുന്നു ദാരിദ്ര്യം. പകലന്തിയോളം തൃഷാർത്തനാക്കുന്നു, പുലരുവോളം പശിയാൽ മയക്കുന്നു. ദാരിദ്ര്യമേൽക്കുന്ന മർത്യനു മാത്രമേ അതിനാൽ ഭവിക്കുന്ന വ്യസനമറിയൂ. അതിനാൽ ഭവിക്കുന്ന വ്യസനമറിയൂ.